ദേവി, എനിക്ക് കരുത്ത് തരണേ. കല്യാണിക്കുട്ടി, എന്താണിത്? നിനക്കെന്ത് പറ്റി? ആരാ നിന്നെ നശിപ്പിച്ചത്? പറയടി, പറയടി, ആരാ നിന്നെ നശിപ്പിച്ചത്? പ്രഭു, ഞാൻ നിന്നോട് ചോദിക്കില്ല. അബദ്ധം പറയരുത്. ഇവിടെ ആരും ഇല്ലേ? എന്താ കുഞ്ഞ്, എന്തിനാ ഈ മഴയത്തിരിക്കുന്നേ? അകത്ത് വരൂ. എല്ലാരും കൂടെ പോയിരിക്കല്ലേ, കല്യാണം ക്ഷണിക്കാൻ. കുഞ്ഞെ, അകത്ത് വരാൻ. അകത്ത് വരൂ. കുഞ്ഞെ, തല തോർത്തു. കുഞ്ഞെ, തല തോർത്താൻ. തല തോർത്താൻ.
ആരുമില്ല. ലോഡ്ജിൽ ചിലർക്കെല്ലാം സംശയം തോന്നി തുടങ്ങി. ക്വൈറ്റ് നോർമൽ. നാല് മാസം ആകുന്നില്ലേ? ഇത്രയും കാലം ആർക്കും സംശയം തോന്നിയില്ലെങ്കിൽ അത് നിന്റെ മിടുക്ക്. എന്തിനാണ് എന്നോട് 2 ആഴ്ചക്ക് ലീവ് എടുക്കാൻ പറഞ്ഞത്? അത്രയും ദിവസമെങ്കിലും നിന്റെ നമ്പർ പ്ലേസ് ആൾക്കാർ കേൾക്കാതിരിക്കുമല്ലോ എന്ന് കരുതി. നാളെ എന്റെ വിവാഹമാണ്. അതിനു മുമ്പ് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. ഗോൾ. ആ ഡ്രൈവർ ഹസനോടുണ്ടാവും. ഒന്നിങ്ങോട്ട് പറഞ്ഞോട്. ഹസൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടും. മരുന്ന് അവന്റെ ലയിപ്പിച്ചിട്ടുണ്ട്. പേടിയുണ്ടോ? ഇപ്പൊ ഒരു ഡോസ് തരും. കാറിലിരുന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം നേരെയാവും. ഹസനെ അറിയില്ലേ? അറിയാം. ഇന്ദ്രകാരി പോയിരുന്നോളൂ. വീട്ടിൽ പോയി കഴിച്ചോളാമെന്നൊക്കെ പറയും. സമ്മതിക്കരുത്. ഓ, എന്ത് സാർ? ഞാൻ കഴിപ്പിച്ചോളാം. വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഓ, ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത്. ശരി സർ. പോയിക്കോളൂ. ഇവളോടുള്ളതിനേക്കാൾ സ്നേഹവും വാത്സല്യവും എനിക്ക് കുഞ്ഞിനോടാ. അച്ഛനില്ല എന്നൊരു ദുഃഖം ഇന്ന് വരെ ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി കുഞ്ഞിന്റെ കല്യാണമെന്ന് എല്ലാരും എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്കെന്തോ ഇന്നിടത്ത് ഇന്ന പോലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിരിക്കുന്നു, കല്യാണം കഴിച്ച് തരണമെന്ന് കുഞ്ഞുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ കല്യാണം നടത്തിക്കൊണ്ടു. ജാതകപ്രകാരം കുഞ്ഞിന്റെ മനക്ലേശവും അലച്ചിലും അടുത്ത മാസം തീരും. പിന്നെ കുഞ്ഞിന്റെ മനസമാധാനവും മനോസുഖവും ഒക്കെ ഈ കയ്യില. അപ്പൊ കൊടുക്കും. ഇതാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. എന്റെ ഒരു വാശിയായിരുന്നു. എന്ത്? നീ എന്തിന്? എന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയത് മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ.
എത്രയോ കാലത്തിന് ശേഷം ഞാനിന്ന് ആദ്യമായി മദ്യപിക്കാതിരിക്കുകയാണ്. അമ്മയെ കണ്ടിരുന്നോ? അമ്മ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയില്ല. അമ്മയും ഞാനുമായി എന്തെങ്കിലും സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം താഴെ കണ്ടില്ലേ ആ മനുഷ്യൻ, അങ്കിൾ വർമാജി. നീലിമയുടെ അച്ഛൻ? അതെ. ആരാണ് അയാൾ? എന്റെ ശത്രു. കുട്ടിക്കാലത്ത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാൾ എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അച്ഛന്റെ സ്ഥിരം സഹചാരി, കാര്യസ്ഥൻ, ചതുരംഗം വെക്കാൻ അച്ഛന്റെ അടുത്ത ചങ്ങാതി. ഹായ്, ബേഷ് ബേഷ്. താനിരിക്കണോ? കസേരടുത്തിരിക്കണോ? വേണ്ടേ, ഞാനിവിടെ നിന്നോളാം. ഞാനല്ലേ പറഞ്ഞേ, അങ്ങോട്ടിരിക്കണോ? ഹായ്, ബേഷ് ബേഷ് ബേഷ്. ഇപ്പൊ പിടികിട്ടി. ബേഷ് ബേഷ്. ഇപ്പോഴോ? ബേഷ് ബേഷ്. എനിക്ക് വിഷം തന്നു, നീ അനുഭവിക്കും. നീ എനിക്ക് വിഷം തന്നു. അവിടുന്ന്
എന്റെ അമ്മയ്ക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ആളുകൾ പലതും പറഞ്ഞു. എനിക്ക് എങ്ങനെ എന്റെ അമ്മയോട് മിണ്ടാൻ കഴിയും? എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയും? അതും ഇതും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ വരൂ, നമുക്കതൊക്കെ നോക്കാം. അതൊക്കെ നാളെ. ഇത് എന്താ പണി? വരൂ. Wish you a happy and prosperous marriage life, Ramdas. ഞാൻ പോയി നോക്കാം. ആരാ? എന്ത് വേണം? ഡ്രൈവർ മണി. ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടെലിഗ്രാം. ആരാണ് ഇന്ദിര? ഇന്ദിര ആരാണ്? ആ ടെലിഗ്രാം ഇങ്ങ് തരൂ. ഹസൻ എന്നൊരു ഫ്രണ്ട് ഉണ്ടോ? ക്രോസ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. ആ ടെലിഗ്രാം ഇങ്ങ് തരാൻ. ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് പറയൂ, ആരാണ് ഈ ഹസൻ? എനിക്കതറിയണം. പറയൂ, ആരാണ് ഈ ഹസൻ? ഒരു ടാക്സി ഡ്രൈവർ. ഇന്ദിര മരിച്ചു എന്ന് ടാക്സി ഡ്രൈവർ നിങ്ങൾക്ക് കമ്പി അടിച്ചിരിക്കുന്നു. ടെലിഗ്രാം ഇങ്ങ് തരാൻ. ഈ പെൺകുട്ടിയുടെ മരണവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? പറയൂ, എനിക്കതറിയണം. അറിഞ്ഞേ തീരൂ. അതെ, എനിക്കതറിയണം. ഞാൻ അവൾക്ക് അബോർഷന് മരുന്ന് കൊടുത്തു. അവളത് കഴിച്ചു, മരിച്ചു. പ്രായം കുറച്ച് കൂടുതലാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, നല്ല സൗകര്യമുള്ള ആളാ. ഭാര്യ മരിച്ച പിന്നെ ഒറ്റയ്ക്കാ. ഒരു മോനുള്ളത് അങ്ങ് ഊട്ടിയില്ല. ജാതിയിലോ തിരുപ്പാടാ. ആ പിന്നെ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടിക്ക് ഉണ്ടല്ലോ അല്പം എളുപ്പം ചീത്തപ്പേരൊക്കെ. ഉണ്ടെങ്കിലേ ഞങ്ങൾ സഹിച്ചു കിട്ടോ. കൊണ്ടുവരാൻ കണ്ട ഒരാള്. നിങ്ങൾക്ക് എന്താ പണിക്കരെ? തലയ്ക്ക് നല്ല സുഖമില്ലേ? തിരുമുൽപ്പാടിന് വരാൻ പറയൂ, എനിക്കൊന്ന് കാണണം. വെറുതെ പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. പണിക്കരേട്ടൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ശരി, ഞാൻ കൊണ്ടുവരാം. പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. ഒരു കുട്ടിയുള്ളോ? അതെ, അവൻ ഊട്ടിയില്ല. അവധിക്ക് മാത്രമേ ഇവിടെ വരൂ. ഇപ്പോൾ എത്ര വയസ്സായി? കുറച്ചായി. ഐ ആം 50. 50. അയ്യോ, ഞാൻ ചോദിച്ചതേ മകന്റെ പ്രായവാ. അതെയോ? അവനിപ്പോ 15 കഴിഞ്ഞു. ഓ, എന്നെക്കാൾ 5 വയസ്സ് എളുപ്പമേ ഉള്ളൂ. അതെ, യു ആർ ടു യങ്. ഞാൻ ഉദ്ദേശിച്ചത് യു സി, ഈ രണ്ടാം വിവാഹം എന്നത് വലിയൊരു പ്രോബ്ലം തന്നെ. വയസ്സൊക്കുമ്പം ആളൊക്കില്ല, ആളൊക്കുമ്പം വയസ്സൊക്കില്ല. അതെ അതെ, എനിക്കറിയാം. ഇവിടെ ഞങ്ങളുടെ ലക്ഷ്മി അടുത്തേക്കും ഇതേ പ്രോബ്ലം തന്നെയാ. അമ്മയ്ക്ക് എപ്പോഴും ആ വിചാരമേ ഉള്ളൂ. ഞാൻ കാണേണ്ടിയിരുന്നത് അവരെയായിരുന്നു. കുട്ടിയുടെ ഇപ്പറഞ്ഞ ലക്ഷ്മിയേട്ടത്തി ഇപ്പോൾ ഇവിടെ ഇല്ലേ? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ലക്ഷ്മിയെടുത്തി, ലക്ഷ്മിയെടുത്തി, വാ ലക്ഷ്മിയെടുത്തി. ഇല്ല, സാധ്യമല്ല. എന്താ കുട്ടി ഇത്? ദേ പറഞ്ഞേക്കാം, വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാകും തിരുമുൽപ്പാട്ടിന്റെ ഭാര്യ. കല്യാണി ഒന്നും പറയണ്ട. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അയാളോട് വരാൻ പറഞ്ഞത്. വാ ലക്ഷ്മിയെടുത്തി, ഒന്ന് വരാൻ. വേണ്ട കുട്ടി, നടക്കന്ന്.
പെട്ടിയിൽ കുറെ സ്ഥലം ബാക്കി വെച്ചേക്കണം. അച്ഛൻ കുറെ സ്വീറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത വെക്കേഷൻ വരെ കഴിക്കാനുള്ള സ്വീറ്റ്സ് ഉണ്ട്. സൂക്ഷിച്ചു വയ്ക്കുമോ അതോ ഫ്രണ്ട്സിന് വാരി വാരി കൊടുക്കുമോ? പെട്ടിയ സ്ഥലം കാണില്ല. അയ്യോ, അച്ഛൻ പിന്നെ ഈ സ്വീറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? എനിക്കറിയില്ല. ചേച്ചി, രാവിലെ ഞാൻ പോണു. വീണ്ടും ആ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലാൻ നാണം തോന്നുന്നുണ്ടാവും അല്ലേ? ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ വലിയ നാണക്കേടൊന്നും അല്ലത്. അനിയത്തിയെ കാണാനാണെന്നും പറഞ്ഞ് ചേട്ടന് വീണ്ടും ഹോസ്റ്റലിൽ വരാമല്ലോ അല്ലേ ചേച്ചി? ചേട്ടന് പുതിയ ഇരകളെ പിടിച്ചു കൊടുക്കാനുള്ള ഹോസ്റ്റൽ വാസം. മതി, അനാവശ്യം പറയരുത്. നേര് പറയുമ്പോൾ കേട്ട് നിൽക്കാൻ ഉശരില്ല അല്ലേ? ശബ്ദിക്കരുത്. പേടിപ്പിക്കണോ ചേട്ടാ? ഒന്ന് പോ ചേട്ടാ. ചേച്ചി പോ പുറത്ത്. ചേച്ചി നിന്നോടാണ്. കുട്ടിയുടെ പെട്ടിയും കിടക്കൊക്കെ വെച്ചിട്ടുണ്ടോ? മോളിപ്പോ മോള് പോയച്ചോ. അച്ഛൻ രാത്രി ഫോൺ ചെയ്യാം. എന്താ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ആ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഏത് ഹോട്ടലിൽ നിന്നാണ് ആഹാരം കൊണ്ടുവരുന്നെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. പിന്നെ ആ ഡ്രൈവർക്കും. അയാൾക്ക് ഇവിടെ വെക്കുന്ന ചോറിൽ വിശ്വാസമില്ലേ? ഉണ്ടാവില്ല. ആരെങ്കിലും വിഷം കലർത്തുമെന്നാണോ? ആയിരിക്കാം. ആര്? എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കറിയാം. അയാൾ ഭയപ്പെടുന്നത് പ്രഭുവിനെയാണ്. നിങ്ങളും. നിങ്ങൾ രണ്ടാളും കൂടി ചേർന്നല്ലേ ആ മനുഷ്യനെ നശിപ്പിച്ചത്? അല്ല, നിങ്ങൾ അതിന് കൂട്ടുനിന്നു. ഇല്ല, ഞാനിതിനെ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ നിസ്സഹായായിരുന്നു കുട്ടി. ഞാൻ മനസ്സിലായില്ല. ഭർത്താവ് മരിച്ചതോടുകൂടി എനിക്ക് ആരും ഇല്ലാതെയായി. എനിക്ക് അയാളെ പേടിയായിരുന്നു. അതയാൾ മുതലെടുത്തു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വത്ത് മാത്രമായിരുന്നു. അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. നീലിമ ജനിച്ചതോടുകൂടി അതെനിക്ക് വ്യക്തമായി. പിന്നെ അയാളുടെ ഭയം എന്റെ മോനെ ആയിരുന്നു. അയാൾ അവനെ തളർത്തി നേരെ നിന്ന് ചോദിക്കാൻ കരുത്തില്ലാത്തവനാക്കി. പണം വാരി കോരിക്കൊടുത്ത് അവനെ വഴിതിരിച്ചു വിട്ടു. കുഞ്ഞ് പാല്. കുഞ്ഞ് നല്ലവണ്ണം പഠിക്കണം കേട്ടോ. മോനെ,
ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് പഠിച്ചതുകൊണ്ട് മനുഷ്യന് അറിവ് കിട്ടിയില്ല. എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അങ്ങനെ എന്താടാ? ഈ കുഞ്ഞിനെയും നശിപ്പിക്കണം. വേണമടാ, ഇവൻ കൂടി നശിച്ചു കിട്ടണമെന്നുള്ളത് എന്റെ ഭാവിയിൽ ആവശ്യമാണ്. ആ, പലതിനും സാക്ഷി എന്നവനാണ് ഞാൻ. ബാക്കി കൂടി കാണാൻ. മതി നിന്റെ ഉപദേശം, നിങ്ങൾ പോകാം. ഇവനെ കൂടെ നശിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതേവരെ എന്റെ മോൻ എന്നോട് മിണ്ടിയിട്ടില്ല. അന്നേ പിന്നെ ഇന്നേ തീയതി വരെ ടാക്സി ഇറക്കിയിട്ടില്ല. പിള്ളേരും കെട്ടിയോളും പട്ടിണിയും. നീ ധൈര്യമായി ടാക്സി ഇറക്കണം. അയ്യോ, പിടിച്ചാലോ? എല്ലാം പറഞ്ഞു കൊടുത്തേ കെട്ടണോ? ഇതാ. അപ്പോ ഞാനിങ്ങോട്ട്. ആ. എന്താ? ഒന്നുമില്ല. എവിടെയൊക്കെയുള്ള വേശികള് അബോർഷൻ ചെയ്ത് മരിക്കുന്നു. എവിടെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാര് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന എന്റെ ഭർത്താവ് ഒരു ടാക്സിക്കാരന്റെ മുൻപിൽ ആലില പോലെ നിന്ന് വിറയ്ക്കുന്നു. എനിക്കിതൊക്കെ കാണ